എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താ വേണ്ടത്? നിന്നെ തന്നെ. എടി, എന്താടി നോക്കുന്നേ? വേണ്ട, അമ്മ ഇപ്പൊ വരുവേ. അതിനെന്താ? എടി പറഞ്ഞ കേക്ക്. മരുന്ന് തീർന്നു പോയി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം മോളെ. മോളേക്ക് അതൊന്ന് അടിച്ചോ. അമ്മ നന്നായി കണ്ടല്ലേ? കാർത്തിക്, നീ ചിരിച്ചു. നീ ചിരിച്ചു കാർത്തിക്. നിനക്ക് വട്ടായോ? അമ്മയെല്ലാം കണ്ടടി. കണ്ണലെന്താ ഇപ്പം? എന്നെ നിനക്ക് എത്ര ഇഷ്ടാ? ഇത്ര മാത്രം ഇഷ്ടം. ഒരു കാര്യം പറയട്ടെ ഞാൻ. എന്താ? ആദ്യം എനിക്ക് നിന്നെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ആണോ? അനിലും എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് വെറുതെ പറഞ്ഞ കഥയാ അത്. അത് കഴിഞ്ഞ് നീ എന്നോട് പറഞ്ഞത് വെച്ചാ നീ എന്നെ സ്നേഹിക്കുന്നത് കൺഫേം ആയത്. ഞാൻ എന്ത് പറഞ്ഞു? മറന്നോ? ഞാൻ വീണപ്പോ വെള്ളം പിടിക്കുന്നിടത്ത് വെച്ച് ചോദിച്ചില്ലേ ഞാൻ നിന്നോട് സോറി പറഞ്ഞപ്പോ? അപ്പൊ അത് സത്യമല്ലേ? അങ്ങനെ ഫീൽ ചെയ്ത് ചോദിച്ചില്ലേ? അപ്പോഴാ നീ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. എടി, എന്തിനാ നീ ചിരിക്കുന്നേ? എടാ, നീ അത് അങ്ങനെയാണോ വിചാരിച്ചേ? സത്യമായിട്ട് നീ എന്നെ സ്നേഹിച്ചില്ലേ? അത് സത്യമല്ലേ കള്ളമാണോ എന്നറിയാൻ വേണ്ടി ഞാനൊരു സാധാരണ കാര്യമായിട്ടാ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണോ ചോദിച്ചേ? അപ്പൊ അത് സത്യമല്ലേ? ഇത് ഞാനിപ്പോ വെറുതെ മണ്ടത്തരം ആലോചിച്ച്. നിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ നിന്നെ കൂടോത്രം ചെയ്ത് മയക്കിയെടുത്തതാ. പിന്നെ വലിയൊരു കൂടോത്രക്കാരൻ വന്നിരിക്കുന്നു. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതിന് ശേഷമാ ഒരുപാട് അടുപ്പം എനിക്ക് നിന്നോട് തോന്നിയത്. ഒരു ദിവസം നിന്റെ അമ്മ എന്താ പറഞ്ഞതെന്നറിയാവോ? എന്റെ അമ്മയോ? എന്താ പറഞ്ഞത്? ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ എന്നെ ശല്യം ചെയ്യാൻ വന്നായിരുന്നു. അവനോട് ശരിക്കും വഴക്കുണ്ടാക്കി. അത് കണ്ടിട്ട് നിന്റെ അമ്മ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ മകൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് മോളെ. എന്തിനാ നീ വേണ്ടാന്ന് പറഞ്ഞ്? എന്റെ മകൻ ഒരുപാട് വിഷമമുണ്ട് മോളെ. അവനെ പോലെ തങ്കപ്പെട്ട ഒരു ചെറുക്കനെ നിനക്ക് ഒരിക്കലും കിട്ടില്ല മോളെ. എന്റെ മകനെ സ്വീകരിച്ചോടാന്ന്. അങ്ങനെ സ്നേഹത്തോടെ ഒരുപാട് കാര്യം എന്നോട് പറഞ്ഞു. എന്റെ അമ്മയാണോ ഇങ്ങനൊക്കെ പറഞ്ഞത്? സത്യത്തിൽ എന്റെ അമ്മ ഒരു പാവമാടാ. നിന്നോട് അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്. അമ്മ, അച്ഛൻ, മേരി, അനിലേട്ടൻ, ഫ്രണ്ട്സ്. നീ പറഞ്ഞ ശരിയാ. എനിക്ക് ചുറ്റിനുള്ളതെല്ലാം നല്ലത് തന്നെയാ. എന്റെ അനില്, ആ പേര് പറയുമ്പോ എന്റെ ശരീരം എന്തോ പോലെ ആകുന്നു. എനിക്ക് ഫ്രണ്ട്സിൽ ചിലർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് അവനിൽ നിന്നാ ഞാൻ മനസ്സിലാക്കിയത്. ഞാനെന്ന് വെച്ച് അവന് ജീവനായിരുന്നു. എന്നെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലും കൂടി അവൻ അപ്പൊ തന്നെ നല്ല ദേഷ്യം വരും. എത്ര വലിയ ആളാണെങ്കിലും അവനോട് പോയി ദേഷ്യപ്പെടും. അവൻ മരിക്കുന്നതിന് മുമ്പ് കൂടി നീ വേഗം സെറ്റിൽ ആവാൻ അവൻ പറഞ്ഞത്. നമ്മുടെ കല്യാണത്തെ കുറിച്ച് അവൻ പറഞ്ഞത്. ഞാൻ നിന്നെ വെറുതെ അത് ഓർമ്മിപ്പിച്ചു അല്ലേ? സോറിയുടെ കാർത്തിക. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കല്ലേ? ഇല്ല കാർത്തിക, അവൻ എങ്ങനെയാണെന്ന് അറിയാവോ? ഒരിക്കലും അവൻ അവനെ കുറിച്ച് ആലോചിക്കാറില്ല. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ നാട്ടിലുള്ള പിള്ളേരെയെല്ലാം നല്ല വഴിക്ക് കൊണ്ടുവരണമെന്ന് എപ്പോഴും അവൻ അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിക്കുക. അവൻ സമ്പാദിക്കുന്ന കാശ് കൂടി അവന്റെ കൊച്ചിന്റെ ഫീസ് പോലും അടയ്ക്കാതെ ചോദിക്കുന്നവന് കൊടുത്തിട്ട് പോകും. സത്യമായിട്ട് ഞാൻ പറയാ, അവനെ കൊന്നവന്മാരെ അവനെ കൊന്നതുപോലെ തന്നെ അടിച്ച് ഞാൻ കൊന്നില്ലെങ്കിലുണ്ടല്ലോ. അപ്പൊ നിന്റെ മനസ്സിൽ ഉദ്ദേശം ഇതായിരുന്നല്ലേ? കാർത്തിക, അവരെല്ലാം കൊന്നിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ എന്നെ അറ്റ്ലീസ്റ്റ് എന്നെ കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് നിന്റെ വായിന്ന് വരില്ല. സംസാരിക്കാതെ എന്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ നിനക്കിത് സാധിക്കുന്നുടാ? എന്നെ കുറിച്ച് ഒരു വിചാരമില്ല നിനക്ക്. നിന്നെ ജീവനെ തന്നെ സ്നേഹിക്കുന്ന ഒരുത്തി ഇവിടെ ഉണ്ടെന്ന്. നിന്നെ കുറിച്ച് ആലോചിക്കാതെ എനിക്ക് ഇരിക്കാൻ കഴിയോ? സത്യമായിട്ട് പറയാ, ഞാൻ ഇതുവരെ ഞാൻ ഒരു തെറ്റായ തീരുമാനം എടുത്തില്ലെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്. എന്നെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്?
ഇത്രയധികം ഈ ഭൂമിയുടെ അളവിന്റെ അത്രയും. ഇനി ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, സത്യം മാത്രമേ പറയാവൂ. ചോദിക്ക്. നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, അതോ നീ അനിലിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? വട്ടാണോ നിനക്ക്? അതേടാ, എനിക്ക് അത് തന്നെയാ. നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാടാ എനിക്ക് ഭ്രാന്തായത്. എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ആരെ ഇഷ്ടം ചോദിച്ചു കേട്ടില്ലേ? അവൻ മരിച്ചു പോയടി. അവന്റെ കൂടെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു. നിന്നെ ഇഷ്ടം മതിയോ നിനക്ക്? നീ എന്നോട് കള്ളം പറയണ്ട കാർത്തിക്. ഞാനും വേണേ ചത്തേക്കാം. കാർത്തികേ, അപ്പോഴെങ്കിലും പറയൂല എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. എന്തിനാടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ആരെയാന്ന് പറ. അവനെ തന്നെ ഇഷ്ടം. അതിനിപ്പോ എന്താ? ഓടി പൊയ്ക്കോ, അങ്ങനെ തന്നെ ഓടി പൊയ്ക്കോ. ഇനി തിരിച്ചു വന്നേക്കരുത്. ഛേ! ഇത്രയും നേരം എവിടെയായിരുന്നു? എവിടെ പോയതായിരുന്നു? പോടി, പോടി വെളിയില്. എടി പോവാന്, ഇറങ്ങി പോടി. പോടി വെളിയില്. എന്തിനാ ഇവിടേക്ക് വന്നേ? നിനക്ക് അവനെ വലുതെന്നും പറഞ്ഞ് പോയതല്ലേ? അവന്റെ കൂടെ പോയി ചത്തൂടായിരുന്നോ? ബാക്കിയുള്ളവർക്ക് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് വന്നേക്കും. നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നേ? നിന്നെ തന്നെ മതിയെന്ന് പറഞ്ഞ പെണ്ണ് പുറകെ നടന്നല്ലേ? എന്നാ മറന്നേരെ, അവള് പോയടാ. നിനക്ക് മാത്രമല്ലടാ പിടിവാശിയുള്ളത്. ഇതിനു വേണ്ടിയാണോടാ ഞാൻ നേരത്തെ കഴിച്ചു വെച്ചത്? കാർത്തികേ, കാർത്തികേ, സോറി കാർത്തികേ, നിന്നോടൊന്ന് സംസാരിക്കണം. അവിടെ നിക്കേ. നിക്കല്ലേ പറഞ്ഞേ? നിക്ക. മോനെ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടമായി. മോളെ, ചെറുക്കനെയൊക്കെ ഇഷ്ടമായോ? എനിക്കിഷ്ടായി. മോനെ, മാല എടുത്തിട്. ഒന്ന് നിർത്തേ. ആദ്യം പെണ്ണിന് എന്ത് കൊടുക്കും, ചെറുക്കൻ എന്ത് കൊടുക്കും ഇവിടെ വെച്ച് തീരുമാനിക്കണം. അതൊന്നും വേണ്ട, ഒന്നും ചുമ്മാതിരിക്കെ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. ആദ്യം പറയാൻ പറ. അച്ഛാ, ഒന്ന് പറഞ്ഞു കൊടുക്കും. പറ്റുവോ പറ്റത്തില്ലയോ എന്ന് പറയാൻ വരുന്നു. എന്താ നിങ്ങൾ പറയുന്നേ? ഞങ്ങൾ ചിലപ്പോ എയർപ്ലെയിൻ ചോദിച്ചെന്നിരിക്കും. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റുമോ? എന്താ ചെറുക്കൻ വലിയ മഹാരാജാണോ? എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്ക്. ഒരു കാറും 50 പവനും വേണം. എന്താ വലിയ ലോറി വരുമോ എല്ലാം വാരി കെട്ടി എടുത്തോണ്ട് പോകാൻ? എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? തരാൻ പറ്റുന്നതെന്ന് പറ, അല്ലാതെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മോനെ ആദ്യം കളക്ടർ ആവാൻ പറ, പിന്നെ ഞങ്ങൾ എല്ലാം ചെയ്തോളാം. അപ്പൊ വണ്ടിയിൽ വന്ന് ഇറങ്ങി ചാക്ക് കണക്കിന് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. പിന്നെ വെള്ളത്തുണി കൊടുത്ത് വന്നിരിക്കുക. അനാവശ്യം പറഞ്ഞാലോ. എല്ലാരും ഇരുന്നേ. നാട്ടുകാരാണെന്ന് കരുതി ബഹുമാനിച്ച എല്ലാരും കല്യാണം നിർത്തുമെന്ന് തോന്നുന്നല്ലോ. ഇരിക്കെ. ദാ ഇത് കേട്ടോ, എന്റെ മരുമോള് നല്ല തങ്കക്കുടം പോലെ ഉള്ളതാ. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് സ്വർണം? അവരുടെ ഇഷ്ടം പോലെ അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അവൾ എന്റെ വീട്ടിൽ രാജകുമാരിയെ പോലെ കഴിയും. ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്റെ ഭാര്യ തന്നെ പറഞ്ഞല്ലോ, ഒരു തരി പൊന്നു പോലും ഇല്ലാതെ ഞങ്ങളുടെ മരുമകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ അയക്കാൻ ഞങ്ങൾ എന്താ ഒന്നും ഇല്ലാത്തവരാണോ? നിങ്ങൾ വാ പൊളിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ മോൾക്ക് കൊടുത്തയക്കും. നിങ്ങളത് കണ്ടോ? നോക്കി മാല അങ്ങോട്ട് ഇട്.